ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ ഇന്നും അതിന്റെ പേര് ചികിത്സയിലാണ്. എക്സ്റ്റിങ്ക്വിഷറിന്റെ പ്രവർത്തനത്തിൽ പറയുന്ന ഉറവിടത്തിൽ തന്നെ ഇത് ഇല്ലാതാക്കാന്നുള്ളത്. പാറമടയിലെ ദുരന്തങ്ങൾക്ക് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ബോഡിയൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടി. അവര് മരിച്ചൊന്ന് വിധി എഴുതുക. അപ്പൊ നമുക്കൊരു ജീവൻ രക്ഷപ്പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാം കൂടെ ചെയ്തത്. മിസ്സിംഗ് എന്ന് പറഞ്ഞ് വിളിച്ചു വന്നെങ്കിലും ആ കുട്ടി ഏതോ വേരി പിടിച്ച് നിൽക്കുകയായിരുന്നു. അത് ഇവർക്ക് കാണാൻ പറ്റിയില്ല. വെള്ളത്തിൽ വീണ് മെസ്സേജ് കിട്ടിയാൽ പിന്നെ വലിയായിട്ട് പ്രതീക്ഷിക്കൊന്നും വകയില്ല. പരസ്യമായിട്ട് CPR കൊടുക്കാൻ ശ്രമിച്ച അന്നേരം നാട്ടുകാർ നമ്മളെ തല്ലാൻ വരും. വേറെ ഒന്നും കൊണ്ടല്ല, ഇയാൾ പെട്ടെന്ന് ആശുപത്രി കൊണ്ടു നോക്കും, നിങ്ങൾ എന്താ കാണിക്കുന്നത് ചോദിക്കും. ബോധമില്ലാന്ന് കാണുമ്പോഴാണ് നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്നത്. ഒന്നും അറിയാതെ ഈ കവലകളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യും. അവരൊന്നും ശരിയായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല. ഇവിടെ തന്നെ ഒരു 3-4 അപകടങ്ങൾ ഒരേ സ്പോട്ടിൽ നടക്കും. അതെല്ലാം വിശ്രമമില്ലാത്ത ഡ്രൈവിംഗ്. ഹെൽമെറ്റ് കൊണ്ടേ മാത്രമേ സഞ്ചരിക്കൂ. അതൊരു നിയമത്തിനെ പേടിച്ചില്ല, നിങ്ങളുടെ ജീവന് വേണ്ടി. ഈ അപകടങ്ങൾ സംഭവിക്കുന്ന കൂടുതലും ഈ ഓടിക്കുന്നവരെക്കാൾ കൂടുതൽ ഈ പുറകെ ഇരിക്കുന്നവർക്ക്. ഏത് വസ്തുവിനാണ് തീപിടിച്ചതെന്ന് ആശ്രയിച്ച് അതൊരു പ്രധാന ഘടകമാണ്. രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. അതാണ് ഏറ്റവും പ്രൈമറി റെസ്ക്യൂ വർക്കിന്. എൻ്റെ പേര് ശംഭു നമ്പൂതിരി MK. എൻ്റെ വീട് ചിന്നത്തലയിലാണ്. ഞാനിവിടെ സ്റ്റേഷൻ ഓഫീസറായിട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ 96-ലാണ് സർവീസിൽ കയറുന്നത്. അനവധി നിലയങ്ങളിൽ സേവനം ചെയ്തു. കൂടുതൽ കാലം ചെയ്തത് ഈ നിലയത്തിലാണ്. ഇതിനിടയ്ക്ക് വളരെ സർവീസിൻ്റെ രക്ഷപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 18-ലെയും 19-ലെയും പ്രളയ സമയത്ത് ചെങ്ങന്നൂരായിരുന്നു. അപ്പോൾ ഈ 18-ലെ പ്രളയത്തിലെ കുറിച്ചൊന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം വളരെ കൂടുതൽ മരണങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഒരു മരണം പോലും ചെങ്ങന്നൂർ പ്രദേശത്ത് ഉണ്ടാകാതെ, അത് ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരു ടീം വർക്കായിട്ട് അവിടെ ഉള്ള എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗം പോലെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് ചെങ്ങന്നൂരിൻ്റെ എല്ലാ മേഖലകളിലും ഫയറിൻ്റെ സാന്നിധ്യം ഒരു രക്ഷകരെ പോലെ എല്ലായിടത്തും ഓടിയെത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ബ്രഹ്മപുരം അപകടമുണ്ടായപ്പോൾ അവിടെയും അനവധി സ്റ്റേഷനിൽ നിന്ന് അനവധി ജില്ലകളിൽ നിന്ന് ധാരാളം ആൾ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആൾക്കാർ ആ യജ്ഞത്തിൽ പങ്കെടുത്തു. അതിലും പാർട്ടിസിപ്പൻ്റ് ആവാൻ കഴിഞ്ഞു. സാർ നമസ്കാരം. സാർ, ഒരു വീട്ടിൽ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ തീപിടുത്തം എന്ന് പറയുമ്പോൾ അതിനെ ഏത് വസ്തുവിനാണ് തീപിടിച്ചതെന്ന് ആശ്രയിച്ച് അതൊരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഗ്യാസിനാണോ അതോ വയറിങ്ങിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ഇന്നർ മുറികളിലാണോ? ഇപ്പോൾ കിച്ചണിലുള്ളത് ഇനി വേറെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഒരു മുറിക്കകത്തുണ്ടാകുന്നതാണ് തികച്ചും വ്യത്യസ്തത. രണ്ടിന് വളരെ പെട്ടെന്ന് തീപിടിക്കുന്നതും ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഗ്യാസ് അടുക്കളയിലെ ഗ്യാസിനാണെങ്കിൽ അത് തെറ്റിക്കാനും അത് ഗ്യാസ് കത്താനും സിലിണ്ടർ പൊട്ടിത്തെറിക്കാനും കൂടുതൽ അപകടങ്ങൾ സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ ഏത് തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വീട്ടിൽ കിടപ്പ് രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ടുള്ളവർ കിടന്ന് ഉറങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം നമ്മളാണ് കാണുന്നത്, ഗൃഹനാഥനാണ് കാണുന്നത്, ബാക്കിയുള്ളവരെല്ലാം വീട്ടിൽ അസമയത്താണ് കിടന്ന് ഉറങ്ങുമോ, അവരെ എങ്ങനെ ആദ്യം രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. അതാണ് ഏറ്റവും പ്രൈമറി റെസ്ക്യൂ വർക്കിന്. ആദ്യം ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റുമോ നോക്കാന്നുള്ളതല്ല, അതിനുവേണ്ടി കുറച്ച് റിസ്ക് എടുത്താലും വേണ്ടില്ല. ഒരാൾ കിടക്കുവാണ്, കട്ടിലോടെ പിടിച്ച് വലിച്ചു മാറ്റാനോ ഏതെങ്കിലും രീതിയിൽ അവരെ പുറത്തെത്തിക്കുക. അതിനുശേഷം ഫയർഫോഴ്സ് വിളിക്കുക, നാട്ടുകാരെ വിളിക്കുക. ഈ ഗ്യാസിനാണ് തീ പിടിച്ചതെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. റെഗുലേറ്റർ ഓഫ് ചെയ്താൽ ഗ്യാസിൻ്റെ ഫ്ലോ നിൽക്കും, തീ കെടും. അന്നേരം കത്തിയതേ കത്തത്തുള്ളൂ. അതിനുശേഷം നാട്ടുകാരെ വിളിച്ചു കൂട്ടാനോ ബാക്കിയുള്ള കാര്യങ്ങളോ ചെയ്യുക. ഓക്കെ. പിന്നെ ഫയർഫോഴ്സിലേക്കും വിളിക്കുക. ഇതോടൊപ്പം തന്നെ ആ പ്രവർത്തനങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. നമുക്ക് നമ്മളെ കൊണ്ട് കൂടുതൽ സാധിക്കുന്നില്ല. ഇപ്പം എല്ലാവരും വയ്യാത്തവരാണ്, എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കുക എന്നുള്ളതേ ഉള്ളൂ, കോൾ ചെയ്യാന്നുള്ളത് മാത്രമേ നടക്കത്തുള്ളൂ. നമുക്കെപ്പോഴും ഈ പരസഹായം വേണമെന്ന് നമ്മൾ പറയുമല്ലോ, നെയ്ബേഴ്സുമായിട്ട് നല്ല ബന്ധങ്ങൾ വേണമെന്ന് പറയുമല്ലോ. അപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചു, നമ്മൾ ഇവിടുന്ന് മെസ്സേജ് കിട്ടി, അവിടെ ചെന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറിച്ച് അതോടൊപ്പം തന്നെ നെയ്ബേഴ്സുമായിട്ട് നല്ല ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ അവരോട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങി, ഒന്നുമില്ല ഇവരെ പുറത്തെത്തിക്കാനോ, ഇപ്പോൾ വയ്യാത്തവരാണെങ്കിൽ അവരെ പുറത്തെത്തിക്കാനോ ഒരു സഹായം കിട്ടും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വീട്ടിൽ ഉള്ള തീപിടുത്തങ്ങളാണ് പ്രത്യേകിച്ച്. അത് 2-3 കേസുകൾ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വീട്ടിൽ വയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ അവരെ ആദ്യം റെസ്ക്യൂ ചെയ്ത് പുറത്തെത്തിക്കാൻ നോക്കുക. അതോടെ ഗ്യാസിനാണെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ വാൽവ് അടയ്ക്കാൻ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്യുക. ഇതോടൊപ്പം തന്നെ പരസഹായത്തിന് വേണ്ടി ആൾക്കാരെ കൂട്ടുന്നതിനും അതോടൊപ്പം ഫയർഫോഴ്സിൽ അടിയന്തരമായിട്ട് അറിയിക്കുന്നതിനും, ഈ ഫയർഫോഴ്സിൽ അറിയിക്കുമ്പോഴും
വിവരങ്ങളോടെ പറഞ്ഞറിയിച്ചാൽ കൂടുതൽ സൗകര്യമായിരിക്കും. ഉം. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ എളുപ്പമാക്കാൻ പറ്റും. എപ്പോഴാണ് ഒരാൾ ഫയർഫോഴ്സുമായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ആയിട്ട് ബന്ധപ്പെടേണ്ടത്? ഏത് സാഹചര്യത്തിലാണ്? നമ്മുടെ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ വിഷയം തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഉം. അത് നമ്മുടെ ഒരു വീട്ടിലുള്ള സാഹചര്യത്തിലാണ്. ഉം. ഇതുപോലെ നമ്മൾ റോഡിൽ കൂടെ നമ്മൾ ബൈക്കിൽ തന്നെ പോവുക. ഉം. ബൈക്കിൽ തന്നെ പോകുമ്പം ഒരിടത്തൊരു ഫയർ കാണുന്നു. ഉം. ഒരു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കാറ് പോകുന്നത് കാണും. ഉം. ഒരു പക്ഷേ കാറ് ഓടിച്ചുകൊണ്ട് വന്നവർ 2 പേര് വന്നു, അവർ ഇട്ടിട്ട് കടയിലോട്ട് പോയി. ഉം. അപ്പോൾ ആ സമയത്തായിരിക്കാം കാറ് പോകുന്നത്. ഉം. ഇത് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളായിരിക്കും കാണുന്നത്. ഉം. അപ്പോൾ നമുക്ക് ഫയർ ഫോഴ്സിനെ വിളിക്കാം. ഉം. അത് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞെന്നുള്ളൂ. ഇതുപോലെ അനവധി. ചിലപ്പോൾ ഒരാൾ നമ്മൾ കൂട്ടുകാരോടൊത്ത് പോവുക, ടൗണിൽ ഒരാൾ പെട്ടെന്ന് നീന്തുക, ഒരാൾ മിസ്സിങ് ആയി. ഉം. അപ്പം അന്നേരം നമുക്ക് കൂടുതൽ നമ്മൾ ടയർഡായിരിക്കും. ഉം. അന്നേരം ഫയർ ഫോഴ്സിനെ വിളിക്കുക. ഉം. അപകടങ്ങൾ ഇപ്പം നമ്മൾ പോകുന്ന വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കുക. ഉം. പല വാഹനങ്ങൾ അപകടം സംഭവിച്ചിട്ടും ചിലപ്പം പറയാൻ പറ്റാത്തതായിട്ട് കാണും. ഉം. ഇപ്പോൾ ഒരു ബൈക്ക് എന്നൊരു മതിലിടിച്ചു, മതിലൊരു പാലത്തിന് ഉണ്ടെങ്കിൽ ചിടിച്ചു, ഉം. ആൾ വെള്ളത്തിൽ പോയി. ഉം. പക്ഷേ ഇതാരും കാണുന്നില്ല. ഉം. ഒരാൾ കണ്ടു, ഉം. വേറെ ആരും കാണുന്നില്ല. ഉം. ഇത് കണ്ട ഒരാളേ ഉള്ളൂ. ഉം. പക്ഷേ അല്ലാതെ ഒരു പാസഞ്ചേഴ്സ് പോകുമ്പം ഒരു പ്രശ്നമില്ല, ബൈക്കോടെ കിടപ്പുണ്ട്, അത്രേ കാണുന്നുള്ളൂ. ഉം. എന്നാൽ ഇതിൽ ആളുണ്ടായിരുന്നെന്നും ആൾ വീണെന്നും ഉം. അറിയുന്നില്ല. ഉം. അതൊരു ദൃക്സാക്ഷിയേ ഉള്ളൂ. ഉം. അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ. ഉം. നമ്മളെന്നല്ല, കൂടിയിരിക്കുന്ന ജനങ്ങളും അറിയത്തുള്ളൂ. അപ്പോൾ എവിടെ ഒരു അപകടം നടന്നു കഴിഞ്ഞാലും അത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്തെങ്കിലും അല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ഇപ്പം ഒരു നമ്മുടെ മുമ്പ് വെച്ച് റോഡ് അപകടം നടന്നു. ഉം. റോഡ് അപകടം നടന്നു, ഒരു ബൈക്കിലോ കാർ എന്തോ ആയിക്കോട്ടെ. ഉം. അദ്ദേഹം ഏറ്റവും പെട്ടെന്ന് ആദ്യം ഒരു അപകടം നടന്ന ആദ്യത്തെ സമയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടെല്ലാം പറയുന്നുണ്ട്. അതായത് ഒരു മണിക്കൂർ ആദ്യത്തെ ഓരോ സെക്കൻഡും ഗോൾഡൻ സെക്കൻഡ്സ് ആൻഡ് മിനിറ്റ്സ് ആൻഡ് ഓട്സാണ്. ഉം. അപ്പോൾ ആദ്യം നമ്മൾ പെട്ടെന്ന് കണ്ട് നമുക്ക് തന്നെ ഏതെങ്കിലും വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അത്രയും ആ ജീവൻ രക്ഷപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഉം. ഓരോ സെക്കൻഡ് കഴിയും തോറും സാധ്യതകൾ കുറഞ്ഞു വരും. ഇപ്പോൾ രക്തം പൊയ്ക്കൊണ്ടിരിക്കുക ഓർ ബ്ലീഡിങ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് കൂടും, ഉം. കൂടുതൽ രക്തം പുറത്തു പോകും. ഉം. അപ്പം രക്ഷപ്പെടാനുള്ള സാധ്യത കുറയും, അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും. ഇപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു അപകടം എന്താണ്? നമ്മുടെ വാഹന അപകടങ്ങളാണ് അപകടങ്ങളിൽ കൂടുതൽ കാണുന്നത്. ഉം. അതും ഇപ്പോൾ ഈ ബൈക്കുകളുടെ ഒരു ബൈക്ക് ഉം. ഉണ്ടല്ലോ, 2-3 പേര് കുതിരപ്പുറത്തിരുന്ന് പോകുന്നതിൻ്റെ കൂട്ടുള്ള ഉം. ഇതൊക്കെ വളരെ വളരെ അപകടങ്ങൾ വരുത്തി വെക്കുന്നുണ്ട്. ഉം. അത് ഈ മിക്ക ആൾക്കാരും ഇപ്പം ഫ്രണ്ടിൽ ഇരിക്കുന്നവർ മാത്രം ഹെൽമെറ്റ്, അത് പല നിയമങ്ങളെ ഭയപ്പെട്ടിട്ടായിരിക്കാം. ഉം. ബാക്കി ഇരിക്കുന്നവർ ഹെൽമെറ്റേ ഉപയോഗിക്കാറില്ല. ഉം. ഈ അപകടങ്ങൾ സംഭവിക്കുന്ന കൂടുതലും ഈ ഓടിക്കുന്നവരെക്കാൾ കൂടുതൽ ഈ പുറകെ ഇരിക്കുന്നവർക്കാണ്. ഉം. നമ്മളിവിടെ നിരന്തരം ധാരാളം സ്കൂളുകളിൽ, കുടുംബശ്രീ യൂണിറ്റുകളിൽ, ഉം. അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ഉം. അവിടെ പ്രധാനമായിട്ട് വിഷയമായിട്ട് ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് ഉം. അവർക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട്, ഉം. നിങ്ങളുടെ അച്ഛനോട് അല്ലെ അമ്മയോട് അല്ലെ സഹോദരനോട് നിർബന്ധമായിട്ട് അവർ ഇരുചക്ര വാഹനം കൊണ്ടിൽ പോകുമ്പം ഉം. ആരൊക്കെ പോകുന്നുണ്ടോ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ കുട്ടി ഹെൽമെറ്റ് മേടിച്ച് നിങ്ങൾ വെക്കണം. ഉം. ഹെൽമെറ്റ് കൊണ്ടേ മാത്രമേ സഞ്ചരിക്കൂ. അതൊരു നിയമത്തിനെ പേടിച്ചില്ല, നിങ്ങളുടെ ജീവന് വേണ്ടി. ഉം. അങ്ങനെ നമ്മൾ നിർബന്ധമായിട്ടും പറയാറുണ്ട്. ഉം. പിന്നീട് വാഹനത്തിൻ്റെ അപകടങ്ങൾ ധാരാളം സംഭവിക്കുന്നുണ്ട്. ഉം. അത് റോഡിൻ്റെ വീഴ്ച എന്നോ പല കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിലും ഈ അശ്രദ്ധ ഒരു മെയിൻ ഘടകമാണ്. ഉം. കൂടുതൽ ഓവറായിട്ട് യാത്ര ചെയ്തിട്ട് വിശ്രമം എടുക്കാതുള്ള ഡ്രൈവിങ്. ഉം. പല ഈ ലോറിയുടെ അപകടങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 3-4 അപകടങ്ങൾ ഒരേ സ്പോട്ടിൽ നടന്നു. ഉം. അതെല്ലാം വിശ്രമമില്ലാത്ത ഡ്രൈവിങ്. ഉം. അവർ ദൂര സ്ഥലങ്ങളിൽ നിന്നോ ഹരിയാനയെന്നോ അവിടെ നിന്നൊക്കെ വരുന്ന ഉം. റെസ്റ്റ് എടുക്കാതെ ഉള്ള യാത്ര. ഉം. അപ്പോൾ ചിലപ്പോഴും ഡിവൈഡർ ഒന്നും ചിലപ്പം ശ്രദ്ധയിൽപ്പെടാറില്ലായിരിക്കാം. ഈ അപകടം നടന്നു കഴിഞ്ഞാൽ ഉം. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണം പറഞ്ഞാൽ ഒരു കാറിൻ്റെ അപകടം നടന്ന വെച്ചൊരു വെള്ളത്തിൽ പോകുമോ, ഉം. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ടപ്പം കാർ ഓടിച്ച ആളോ അല്ലെങ്കിൽ കാറിനകത്ത് കൊണ്ടുവന്ന ആളോ എല്ലാവരും അങ്ങ് ഭയചകിതരായി, ഒരു പാനിക്കായി, ഉം. ഒരു മറുപടിയും പറ്റാത്ത അന്തരീക്ഷത്തിലേക്ക് നീങ്ങുമ്പോൾ ഉം. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പം ഇതിൽ എത്ര പേരുണ്ടായിരുന്നു, ഉം. ഈ ആരെങ്കിലും അവിടെ നിന്ന് തെറിച്ചു പോയിട്ടുണ്ടോ, ഉം. ഇപ്പം ഒരു ആറിൻ്റെ തീരത്ത് വെച്ചാണ് ആറ്റി വീണിട്ടുണ്ടോ ആരെങ്കിലും, ഉം. നമുക്ക് അവരെ സേവ് ചെയ്യാൻ, റെസ്ക്യൂ വർക്ക് ചെയ്യാൻ ആറ്റി തെരച്ചിൽ നടത്തണോ, ഉം. അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയണമെന്നുള്ള എത്ര പേര് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഉം. അങ്ങനെ അവരാദ്യം ഭയചകിതരാകാതെ ഒരാളെങ്കിലും ഉണ്ടായാൽ ഉം. നമുക്ക് എത്ര പേര് അതിൽ ഉണ്ട് റെസ്ക്യൂ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് കൂടുതൽ സഹായകരമാവും. റോഡിലൊക്കെ ഈ അപകടം നടക്കുന്ന സമയത്ത് ആൾക്കാർ കയറി ഇടപെടാറുണ്ട്, അത് വലിയ അപകടമാണെങ്കിലും ചെറുതാണെങ്കിലും. അപ്പോൾ ഈ അങ്ങനെയുള്ള ആൾക്കാർ
വരുത്തുന്ന സാറിന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ? ഒരു അപകടം നടക്കുമ്പോൾ അനവധി ആൾക്കാർ വരും. ഉം. നമ്മൾ അതിൽ ആരും കൂടുന്ന പൊതുജനങ്ങളിൽ കൂടുതലും മിക്കവാറും ഇപ്പം ഓട്ടോറിക്ഷയുടെ തൊഴിലാളികൾ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരൊക്കെ ഏത് അപകടം നടന്നാലും അവരായിരിക്കും ആദ്യം വരുന്നത്. പക്ഷെ അവർ വന്ന് അവരോ ഈ ടാക്സി വാഹനം ഓടിക്കുന്ന ആര് വന്നാലും നമുക്ക് സഹായകരമായിരിക്കും. അവർ തെറ്റായ രീതികൾ ചെയ്യത്തില്ല. ഇത് ഒന്നും അറിയാതെ ഈ കവലകളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പം അത് നമുക്ക് ദോഷം ചെയ്യും. അവരൊന്നും ശരിയായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല. മറിച്ച് ഇവർക്കാണ് പ്രാഥമികമായിട്ട് നമ്മൾ ഓട്ടോ ഓടിക്കുന്നവർക്കും ടാക്സി ഓടിക്കുന്നവർക്കെല്ലാം നമ്മൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഇന്നത് വന്നാൽ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വന്നാൽ കുഴപ്പം, അല്ലാതുള്ളവർ വന്നാൽ നമുക്ക് പറയാൻ പറ്റും അപകടം എവിടെ വെച്ച് നടക്കുന്നു എപ്പോൾ നടക്കുന്നു നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും ബോധവൽക്കരണം 100% നടക്കാമെന്ന് പറഞ്ഞാലും അതും പ്രായോഗികമായിട്ട് ശരിയാവത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത്രയും നല്ലതെന്നേ പറയാനുള്ളൂ. നമ്മൾ ചെയ്യലിപ്പം നട്ടലിന് ഒരു അപകടം സംഭവിച്ചു, അദ്ദേഹത്തെ യാതൊരു ചലനമില്ലാതെ വേണം കൊണ്ടുപോകാൻ. പക്ഷെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ. ഇപ്പം ഞങ്ങൾ തന്നെ സ്പോട്ടിൽ പലപ്പോഴും ചെന്നുമ്പം ബോധരഹിതനായിട്ട് ആൾ കിടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് CPR കൊടുക്കാൻ ശ്രമിച്ചാലേ, പരസ്യമായിട്ട് CPR കൊടുക്കാൻ ശ്രമിച്ചാൽ അന്നേരം നാട്ടുകാർ നമ്മളെ തല്ലാൻ വരും. വേറെ ഒന്നും കൊണ്ടല്ല, ഇയാൾ പെട്ടെന്ന് ആശുപത്രി കൊണ്ടു നോക്കും, നിങ്ങൾ എന്താ കാണിക്കുന്നത് ചോദിക്കും. മറിച്ച് നമ്മൾ ഏതെങ്കിലും രീതിയിൽ നോക്കിയിട്ട് ബോധമില്ലാന്ന് കാണുമ്പോഴാണ് നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷെ അത് ചെയ്യുന്നതിനുള്ള പേഷ്യൻസ് പോലും നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് ഹൃദയം ഒന്ന് അനങ്ങി തുടങ്ങിയിട്ട് അങ്ങ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പം അത് ഒരു സെക്കൻഡ് താമസിക്കുമ്പോൾ ഞങ്ങൾ സാധ്യതകൾ കുറഞ്ഞു വരിക. അങ്ങനെ എന്തെങ്കിലും റിയൽ ഇൻസിഡൻസ് സാറിന് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒരെണ്ണം എന്ന് പറയാൻ സാധിക്കുമോ? ഒന്നെന്ന് പറഞ്ഞത് 10-15 വർഷം മുമ്പാണ്. ഇവിടെ തന്നെ വള്ളംകുളം ആ ഭാഗത്ത് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടി. ഉച്ചയ്ക്ക് ഒരാൾ വെള്ളത്തിൽ വീണു, ഒരു സ്ത്രീയാണ്, വെള്ളത്തിൽ വീണു മെസ്സേജ് കിട്ടി. ഞങ്ങൾ ഇവിടുന്ന് അപ്പോൾ പ്രത്യേകിച്ച് വെള്ളത്തിൽ വീണു മെസ്സേജ് കിട്ടിയാൽ പിന്നെ വലിയതായിട്ട് പ്രതീക്ഷിക്കൊന്നും വകയില്ല. കാരണം ഇത്ര സമയം കഴിയുമ്പം നമ്മൾ അത്ര സമയം കഴിഞ്ഞില്ലേ. ഞങ്ങളവിടെ ചെന്നു, അവർ കറക്റ്റ് സ്പോട്ടും പറഞ്ഞു, കാരണം പറഞ്ഞു. കാരണം അപ്പോൾ അവർ വീട്ടിൽ അദ്ദേഹം ഒരു ഓട്ടോ ഓടിക്കുന്ന ആളിൻ്റെ വൈഫിനാണ് ഈ അപകടം സംഭവിച്ചത്. അദ്ദേഹം ഓട്ടോ ഓടിച്ച് ഉച്ചയ്ക്ക് വന്നു, ഏതോ കറി വെക്കാൻ കൊടുത്തു, കറി വെച്ചു. അപ്പോൾ ഇദ്ദേഹം കഴിക്കാനായിരുന്നു. ആ സമയത്ത് അവരെന്തോ പറിക്കാനും എടുക്കാനായിട്ട് ആറ്റുതീരത്താണ് അതിന് പോയി. അതിന് പോയപ്പോൾ ഒരു തേങ്ങ ഒഴുകി വരുന്നതാണ്. അപ്പോൾ ഈ തേങ്ങ എടുക്കുന്നതിന് വേണ്ടി ഈ സ്ത്രീ ഇറങ്ങിയതാണ്. ഇറങ്ങി തേങ്ങ എടുത്തു. പക്ഷേ കാല് തെറ്റി വീഴുവോ എന്തോ ഇത് അപകടം സംഭവിച്ചു. ഇതാണ് സംഭവം നടന്നത്. ഞങ്ങൾ ചിലപ്പോൾ കുറച്ച് നേരം, പക്ഷേ ഇവർ അന്നേരം വിളിച്ച് പറഞ്ഞ് കാണാതായിട്ട് മിസ്സിങ് എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞെങ്കിലും ആ കുട്ടി ഏതോ വേരി പിടിച്ച് നിൽക്കുകയായിരുന്നു. അത് ഇവർക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വേരി വിട്ട് കുട്ടി താഴെ പോയി. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ സൈഡിലൊക്കെ നോക്കിയപ്പോൾ ഇതുപോലെ മാന്തിയ പോലുള്ള ഒരു പാട് പോലെ ഒക്കെ ആറ്റിൻ്റെ സൈഡിൽ കണ്ടു. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കും ആക്ച്വലി ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ? അല്ല, നമുക്ക് ഓരോ സ്ഥലത്തിലും അവർ പറഞ്ഞ ഇത് വെച്ചോണ്ടേ ഇന്നിടത്ത് നിന്നുകൊണ്ടാണ് ഇത് ചെയ്തത്, ഇത് സ്ഥലത്തൂടാണ് ഇത് ഇറങ്ങാൻ സാധ്യത. സാധാരണ തേങ്ങ ഒഴുകി വരുമ്പം ഇറങ്ങാറുണ്ട്. പുത്തനായിട്ടൊരു തേങ്ങ വന്നപ്പം ഇറങ്ങിയതല്ല, അത് നേരത്തെ വരുമ്പോഴും ഇറങ്ങാറുണ്ട്. ഇപ്പോഴും അതുപോലെ ഇറങ്ങി. എന്തായാലും ഞങ്ങൾ ചെന്നു, 2-3 മുങ്ങിന് ഈ ആളിനെ കിട്ടി. കിട്ടിയപ്പോൾ തന്നെ ഇത്ര സമയം കിടന്നതല്ലേ, മരിച്ചു എന്നുള്ള. അന്നും ഞങ്ങൾ എടുത്തുകൊണ്ടു ഞങ്ങൾ കുറച്ച് CPR അവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതിന് ഒരു 5 വയസ്സുള്ളൊരു കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മിസ്സിങ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും ഭയങ്കര കരച്ചിലും പിടിച്ചില്ല. കാരണം അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹം മുട്ട പിടിച്ച് ഉച്ചയ്ക്ക് കൊണ്ടുവന്നത് വെച്ച് കറി വെച്ച് കൊടുത്ത് ഇവർ വേറെ ഉണ്ട കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പോഴത്രയ്ക്ക് അവർ സന്തോഷമായിട്ട് കഴിയുന്ന ഒരു കുടുംബമാണ്. പാവപ്പെട്ടാണെന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ കഴിയുന്ന ആ ഇൻറ്റിമസി എല്ലാവരും തമ്മിൽ അത്രയ്ക്കുണ്ട്, കുടുംബം മൊത്തം അംഗങ്ങൾ തമ്മിൽ. അത് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞങ്ങൾ ഇത് കിട്ടിയ ഒന്ന് തന്നെ CPR കൊടുത്തു. CPR കൊടുത്തു. അത് CPR ചെസ്റ്റിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ടത് കുറച്ച് വെള്ളമൊക്കെ ചാടിപ്പോയി. വെള്ളം വൈകുന്ന കുറച്ച് വെള്ളം പോയി. അത് കഴിഞ്ഞ് മൗത്ത് വായി വെച്ച് കൊടുക്കുമല്ലോ. പക്ഷെ അത് കൊടുത്തപ്പം ചെറിയൊരു അനക്കം പോലെ തോന്നി. അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ടായി. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ നിങ്ങൾ എന്തോ കാണിക്കുക, ആ പെണ്ണിൻ്റെ മണ്ടയ്ക്കോട്ട് കയറി എന്തോ കാണിക്കുന്നത്, ഇത് പെട്ടെന്ന് ആശുപത്രി കൊണ്ടു. നാട്ടുകാരുടെ വിട്ടു. കുറച്ച് പേരെ ഉള്ളതാണെങ്കിൽ അവരിങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല. കാരണം അവർ മരിച്ചൊന്ന് വിധി എഴുതുക. അപ്പം നമുക്കൊരു ജീവൻ രക്ഷപ്പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാം കൂടെ ചെയ്തു. അങ്ങനെ 3-4 CPR കുറച്ച് പ്രാവശ്യം ചെയ്തു. അത് കഴിഞ്ഞ് മൗത്തോടെ ചെയ്തപ്പം
ചെറിയ രക്ഷപ്പെടുന്ന ഒരു സാധ്യത തോന്നി. അവിടുത്തെ പെട്ടെന്ന് വിട്ട് പുഷ്പഗിരി ആദ്യം കേട്ട നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ പുഷ്പഗിരിയാന്ന് തോന്നുന്നു. അവിടെ കൊണ്ടുവന്നു രക്ഷപ്പെട്ടാൾ. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരോടും ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് പോയപ്പോൾ ഇവിടെ കയറിയിട്ടാണ് പോയത്. അപ്പോൾ അവർ വന്നപ്പോൾ അവരുടെ ആ കാണുന്ന ആ സന്തോഷവും, അതായത് മരിച്ചു എന്ന് വിചാരിച്ചിരുന്ന അവരെല്ലാം പറഞ്ഞ ആൾ ജീവൻ തിരിച്ചു കിട്ടി. അപ്പം ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയുമായി, ഈ കുട്ടിക്ക് അച്ഛനും അമ്മയായി. മറ്റേത് ഈ ഒരാൾ മരിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ആയിട്ടുള്ള ശൂന്യത ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ആ കുടുംബത്തിന് മൊത്തം ഒരു സന്തോഷമുണ്ട്. അത് മനസ്സിൽ അതൊരു നല്ല ചിത്രം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് അതെപ്പോഴും മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രമാണ്. അതുപോലെ നമ്മുടെ ഈ നീരേറ്റുപുറം വള്ളംകളിക്ക് പോയി. വള്ളംകളിക്കും അവിടെ ഇതുപോലെ ആൾ മിസ്സിങ് ആയി. അതും ഇതുപോലെ പെട്ടെന്ന് കിട്ടി. നമ്മൾ ഡിങ്കിയിൽ ഇങ്ങനെ റോന്ത് ചുറ്റിലുണ്ട്. അതിനിടയ്ക്കുള്ള മിസ്സിങ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ 2-3 പ്രാവശ്യം മുങ്ങി ഒരാളിനെ കിട്ടി. അപ്പോൾ അവർ ആംബുലൻസ് എല്ലാം റെഡിയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ആംബുലൻസ് ഒന്നും ഇല്ലായിരുന്ന സമയത്ത് പിന്നെ അവരെ കരയ്ക്ക് വരെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ജീപ്പിലാണ് ഇവരെ ഇവിടെ ആശുപത്രി കൊണ്ടുവന്ന്. അപ്പം ജീപ്പിലോട്ട് കയറ്റിയെങ്കിലും നമ്മൾ അന്നേരം CPR ഞങ്ങൾ ഡിങ്കിയെ വെച്ച് ഈ ഡിങ്കിയല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഡിങ്കിയെ വെച്ച് തന്നെ CPR കൊടുത്തോണ്ടാ വന്നേ. കൊടുത്തു ആംബുലൻസ് കൊണ്ടുവന്ന് ജീപ്പെ വെച്ച് വലുതായിട്ട് ചെയ്യാനൊക്കെ ഒത്തില്ല. ആംബുലൻസ് അവർ പറഞ്ഞെങ്കിലും ആംബുലൻസ് സ്ഥലത്തില്ലായിരുന്നു. എന്തായാലും നേരത്തെ ആ ഡെങ്കിയെ വെച്ച് കൊടുത്ത ഇതിൻ്റെ വെച്ചുകൊണ്ട് കുറച്ച് മൗത്തും കൂടെ കൊടുത്തു. ചെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നല്ല ആശുപത്രി വന്ന് രക്ഷപ്പെട്ട ആൾ. സാറിന് ഇതുപോലെ ആദ്യമായിട്ട് സർവീസിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പോയ ഒരു കേസ് ഓർമ്മയുണ്ടോ ഇതുപോലത്തെ? ആദ്യമായിട്ട് പോകുന്ന കേസ് നമ്മൾ ഇതുപോലെ പ്രധാനപ്പെട്ട കേസാണ്. ബാക്കിയുള്ള ചെറുതായിട്ടുള്ള കേസുകൾ അനവധി പോയിട്ടുണ്ട്. അതായത് വാഹനാപകടങ്ങൾ, അവളെ കിണറ്റിലുള്ള അപകടങ്ങൾ, പാറമടയിലുള്ള ദുരന്തങ്ങൾ, അങ്ങനെയൊക്കെ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. പാറമടയിലെ ദുരന്തങ്ങൾക്ക് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ബോഡിയൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടി. കാരണം ഇപ്പോഴതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒത്തിരി സ്കൂബ ടീമും ഡൈവിങ് ടീമൊക്കെ ആയത്. അന്ന് അങ്ങനെയുള്ള ക്രമീകരണങ്ങളില്ല. നമ്മൾ ഒത്തിരി ഡീപ്പിലാണ് ഈ പാറമടയൊക്കെ. പിന്നെ നമ്മൾ പതാളക്കാരൻ്റെ വെച്ച് എറിഞ്ഞ് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് കൂടുതൽ റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് റിസൾട്ട് വളരെ കുറവായിരിക്കും. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ റിസൾട്ട് വളരെ കുറവാണ്. അത്രയും ഡീപ്പ് നമുക്ക് മുങ്ങാനൊക്കത്തില്ല. ഇപ്പോഴത്തെ ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് ആൾക്കാർക്ക് അത് മുങ്ങാൻ കഴിയുന്നുണ്ട്, ബോഡി കിട്ടാറുമുണ്ട്. അന്നത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. ഈ വീട്ടിലെ അപകടങ്ങൾ വെച്ചുകൊണ്ട് ഒരു കാര്യം കൂടി ഞാനൊന്ന് ചോദിക്കുകയാണ് സാർ. ഇപ്പോൾ ഓർത്തപ്പോൾ വന്നതാണ്, ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എല്ലാ വീടിൻ്റെയും പാർട്ട് ഓഫ് ദ പ്ലാൻ ആക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ? നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ വാഹനങ്ങളിൽ പാർട്ടാക്കിയില്ലേ? നേരത്തെ വാഹനങ്ങൾ എന്തിനാ എക്സ്റ്റിങ്ക്യൂഷർ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വാഹനങ്ങളിൽ പാർട്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും 10% സെൻസിറ്റീവായിട്ടുള്ള വയറിങ് ആവണമെന്നില്ല. ഈ വയറിങ്ങിൻ്റെ ചെറിയ ഷോർട്ട് സർക്യൂട്ടുകൾ എപ്പോഴും എപ്പോഴും ഭീമാകാരമായ തീയല്ല എപ്പോഴും ഈ അപകടത്തിലേക്ക് അങ്ങ് കയറി വരുന്നത്. വളരെ ചെറിയൊരു സ്പാർക്കിൽ നിന്നാണ് ഇത് കയറി വരുന്നത്. അത് നമുക്ക് അന്നേരം അവിടെ വെച്ച് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാമെന്ന് ഇല്ലാതാക്കാന്നൊരിതുണ്ടല്ലോ. എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ പ്രവർത്തനത്തിൽ പറയുന്ന ഉറവിടത്തിൽ തന്നെ ഇത് ഇല്ലാതാക്കാന്നുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷർ തീ തുടങ്ങുന്നിടത്ത് തന്നെ നിർത്തുക. അതുണ്ടാകുന്നത് പ്ലാനിൽ തന്നെ ഉൾപ്പെട്ട് അതൊരു നിയമമാക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ പ്രവർത്തനം ഒരു എക്സ്റ്റിങ്ക്യൂഷർ വീട്ടിൽ മേടിച്ച് വെക്കണമെന്ന് പ്ലാനിൽ ഉൾപ്പെടുത്തുമ്പോൾ ആ വീട്ടുകാർ, അതായത് നമ്മളെന്തായാലും എല്ലാവരും വീടില്ലാത്തവരിപ്പം വളരെ ചുരുക്കമാണ്. ഇപ്പം ഇത്രയും ആ വീട്ടുകാർ അത്രയും പേര് എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അവെയറാവും. അതെ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം കൊണ്ട് അനവധി റിസൾട്ട് അതിനുള്ളത് പ്ലാനിലോ നിയമത്തിലോ ഉൾപ്പെടുത്തിയേ വരുന്നത്. കാരണം ആ ഒറ്റ ഒരു കാരണം കൊണ്ട് തന്നെ ഇത്രയും വലിയ ഇപ്പം നമ്മുടെ 3 കോടി അധികം അധികരിച്ച് ജനങ്ങളുള്ളതിൽ ഒരു 2.5 കോടി ആൾക്കാരും ഇതിനെക്കുറിച്ച് അവെയറാവും. അതെ, എക്സ്റ്റിങ്ക്യൂഷറിനെ കുറിച്ച്, എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെ പ്രവർത്തിപ്പിക്കണം. ചുമ്മാ ഒരു സാധനം വീട്ടിലാരും മേടിച്ച് വെക്കത്തില്ല. ഒരു മിക്സി പൊട്ടുന്ന മേടിച്ചാലും ഇപ്പം കുട്ടികളാണ് ഏറ്റവും എളുപ്പം അതിൻ്റെ ഓപ്പറേഷൻ പറയുന്നത്. അതുപോലെ ഒരു എക്സ്റ്റിങ്ക്യൂഷർ വീട്ടിൽ മേടിച്ച് വെക്കുമ്പോൾ നിർബന്ധമായിട്ടും അവരും അത് അറിഞ്ഞിരിക്കും, അവെയറാവും, അറിയാനുള്ള ത്വരയുണ്ടാവും. അല്ല നമ്മൾ പോയി ക്ലാസ് എടുക്കാനും തയ്യാറാ. അതിനെക്കുറിച്ച് അവരത്രയും പേര് അവെയറാവും. സാധാരണ വീട്ടിൽ കോമൺ ആയിട്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു അപകടം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് പലപ്പോഴും ഈ ഒരപകടമായിട്ട് വരുന്നുണ്ട്. പിന്നീട് ഗ്യാസ് ഫയറാണ്. ഗ്യാസ് ഫയർ എന്ന് വെച്ചാൽ ഈ കിച്ചണിലുള്ള റെഗുലേറ്ററിൻ്റെ അപാകത. പിന്നെ ചിലയിടത്ത് സിലിണ്ടറിൽ തന്നെ ഒരു ഓറിങ് എന്നൊരു റിങ്ങുണ്ട്. ആ റിങ് ശരിയായിട്ട് കിടക്കാതിരിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഗ്യാസ് ലീക്ക് വരിക, അല്ലെങ്കിൽ ട്യൂബ് നമ്മളിപ്പോൾ
6 മാസം 1 വർഷമൊക്കെയാണ് കമ്പനി തന്നെ പറയുന്ന മാക്സിമം കാലാവധി. അപ്പം നമ്മുടെയൊക്കെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞതായിരിക്കും, ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞ്, ചിലപ്പോൾ മേടിച്ച് വെച്ച അന്ന് മുതലുള്ള ട്യൂബായിരിക്കും. അതെ. അപ്പോൾ ഇതിനൊക്കെ കാലപ്പഴക്കം കൊണ്ടും ഒക്കെ പുത്തം മേടിച്ചാൽ തന്നെ കേടുവരുന്നു. അപ്പോൾ പിന്നെ ഇത്രയും വർഷങ്ങൾ പഴകിയതിനെ കുറിച്ച് പറയണ്ടല്ലോ. പിന്നെ അടുപ്പ്, ചിലയിടത്തൊക്കെ അടുപ്പ് ഒത്തിരി 10-15 വർഷം പ്രായമായ അടുപ്പുകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് ഈ അടുപ്പൊക്കെ മാറണം എന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നും നമ്മളെ സമ്മതിക്കത്തില്ല. പിന്നെ ഫാൾസ് വയറിങ്, ഇപ്പം കോളിംഗ് ബെല്ല് തന്നെ, ചിലരുടെ കോളിംഗ് ബെല്ലയുടെ പേപ്പർ ഒട്ടിച്ചേക്കുക. സാറേ അത് തൊടല്ലേ, പേപ്പർ ഒട്ടിച്ചേക്കുന്നു. അല്ല സാറേ അത് തൊട്ട കറണ്ട് അടിക്കും. എന്നാൽ അത് ശരിയാക്കുക എന്നുള്ളതല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട് അതുപോലെ ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല, പിന്നെ നമുക്ക് ശരിയാക്കാം. കറണ്ട് ഒരു ഷോക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നടിച്ചാൽ നമുക്ക് വലിയ വിഷയങ്ങളില്ല. മറിച്ച് ആ ഷോക്ക് അടിക്കുന്ന തീവ്രത ഇച്ചിരി കൂടിപ്പോയാൽ നമുക്ക് എന്ത് സംഭവിക്കും? തെറിച്ച് വീഴാം. തെറിച്ചെടുത്ത് വെട്ടുത്തി പിച്ചാതെ എന്തൊരു സായുധങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ നമ്മുടെ തല എവിടെ ചെന്ന് അടിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഉദ്ദേശിക്കുന്നതിൽ കൂടുതലുള്ള മാരകമായ പരിക്കുകളും കൂടുതൽ മാരകമായിട്ടുള്ള പരിക്കുകൾ നമുക്കുണ്ടാകാം. അതിൽ കൂടെ മരണവും സംഭവിക്കാം. അപ്പോൾ അവിടെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ വയറിംഗ് സംവിധാനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. അതുപോലെ തന്നെ വീട്ടിലെ വാതിലുകൾ, നമ്മൾ ഈ ദുരന്തങ്ങൾ എന്ന് പറയുന്ന ഓരോ ചെറിയ അപകടങ്ങൾ, ചെറിയ ഇതുപോലെ നമ്മൾ കാണിക്കുന്ന ഇതുമെല്ലാം ദുരന്തങ്ങളാണ്. നമ്മുടെ വീട്ടിലെ വയറിംഗ് ശ്രദ്ധിക്കാതെ അതൊരു ദുരന്തമാവും. ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ മല ഇടിച്ചിൽ മാത്രമല്ല, വീട്ടിലുണ്ടാകുന്ന വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ളവരെ ഒരാളെ സംബന്ധിച്ചുള്ള ദുരന്തമാണ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ വീട്ടിലെ സംബന്ധിച്ച് പറയുമ്പം വയറിങ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതുപോലെ ഇപ്പം ഗ്യാസ് അടുപ്പ് ആണ് എല്ലായിടത്തും ഉള്ളത്. മറ്റേൻ്റെ കൂട്ട് വിറക് കത്തിച്ചുള്ളത് വളരെ അപൂർവമാണ്. നേരത്തെയാണ് വിറക് കത്തിച്ചുള്ള അടുപ്പിൽ നിന്ന് അവിടെ കനൽ കിടന്ന് കയറി തീപിടുത്തം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അത് ഈ റബ്ബറിൻ്റെ പുകപ്പുരകളിലേ ഉള്ളൂ അങ്ങനെയുള്ളത് വരുന്നത്. മറ്റേ ആൾക്കാർ താമസിക്കുന്നിടത്ത് ഇപ്പോൾ എല്ലാം ഗ്യാസ് അടുപ്പാണ്. അത് ഇപ്പോഴും നമ്മൾ ധാരാളം ബോധവൽക്കരണങ്ങൾ, അതായത് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടെയൊക്കെ, അതായത് ഇപ്പം സിവിൽ ഡിഫൻസ് എന്നൊരു സംവിധാനം ത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പുതിയ സംവിധാനമുണ്ട്. അതായത് ഇവിടെ തന്നെ ഉള്ള ആൾക്കാരെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവർക്ക് ട്രെയിനിങ്, വാളണ്ടിയർ സേനയാണ്, അതതിന് ഫ്രീ ഓഫ് കോസ്റ്റ്, അവർക്ക് നമുക്ക് പേയ്മെൻറ്റുകളൊന്നുമില്ല, മറിച്ച് വാളണ്ടിയറായിട്ട് അവർ പ്രവർത്തിക്കുക. നമുക്കതിനെ ഈ പറയുന്നതിനോട് CPR ഞങ്ങൾക്ക് കിട്ടിയ അത്യാവശ്യം ട്രെയിനിങ്ങുകളെല്ലാം തന്നെ അവർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങനെ 3 ടീമുകളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം നമ്മൾ ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് ഫോൺ ചെയ്യുക. അത് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പം CPR, അതുപോലെ ചോക്കിങ്, ഇപ്പം നിരന്തരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയ്ക്ക് കൊടുങ്ങും, അന്നേരം നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർക്ക് ക്ലാസ് കൊടുക്കുകയും അവർക്ക് അതിനുള്ള പ്രാക്ടിക്കലായിട്ടും ഉള്ള കാര്യങ്ങളും എല്ലാം ട്രെയിനിങ് കൊടുത്ത്, അപ്പോൾ അങ്ങനെ വിവിധ ഗ്രൂപ്പുകളിൽ കൂടെ നമുക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വീട്ടിലെ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ സംഭവിക്കാവുന്ന അപകടങ്ങളും അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകളും അവിടെ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാമെന്നുള്ള കാര്യങ്ങളും ആ ഗ്രൂപ്പ് വഴി നമ്മളങ്ങനെ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട്. വീടുകളിൽ ആൾക്കാർ അകപ്പെട്ടു പോകുന്ന കുറച്ച് കേസുകൾ, ധാരാളം സംഭവങ്ങൾ വരുന്നുണ്ട്, കൂടുതലാണ്. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? വീടുകളിൽ നമുക്ക് ചില കേസുകളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചെല്ലുക, ആക്ട് ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. കാരണം ഈ മിക്കപ്പോഴും ഈ ഇവിടെ പോയപ്പോഴെല്ലാം ഉണ്ടായിട്ടുള്ളത് വളരെയധികം ഓർമ്മശക്തി ഇല്ലാത്തതും, പാർക്കിൻസൺസ് അല്ലെങ്കിൽ ഓർമ്മശക്തി കുറവിന് പ്രായ കൂടുതലുണ്ടും വരാം, പാർക്കിൻസൺസ് കൊണ്ട് അങ്ങനെ അനവധി കാരണങ്ങൾ കൊണ്ട് ഓർമ്മക്കുറവ് വരാം. അങ്ങനെയുള്ളവർ മാത്രമായിട്ട് വീട്ടിലകപ്പെട്ടു പോവുക. അകപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ചെല്ലുമ്പം അവിടെ കയറി ഡോറ് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറുക എന്നുള്ളത് കവിഞ്ഞ് വേറെ യാതൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഡോറ് ബ്രേക്ക് ചെയ്യുക, അവരെ രക്ഷപ്പെടുത്തുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. പലവിധ രോഗങ്ങളുള്ളവരാണ് കൂടുതലും കണ്ടത്. അവരെ പെട്ടെന്ന് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിലെ പേഷ്യൻറ്റും ഹോസ്പിറ്റലാണ് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അവർ ഫോൺ ഉപയോഗിക്കാൻ അറിയാവുന്നവരുമാണ്. പക്ഷേ ചിലത് ഈ പർട്ടിക്കുലർ ടൈമിൽ ഇതെല്ലാം അവർ ഇഗ്നോർ മറന്നു പോകുന്നു. ഒരു കാര്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം നടത്താത്തതുകൊണ്ടാണോ അതോ ബോധവൽക്കരണത്തിൻ്റെ അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അവയറാണ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇവർ എല്ലാം മറന്നു പോകുന്നു. ഇവർ നമ്മളെ കാര്യങ്ങളെല്ലാം ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കും, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. പക്ഷേ പ്രത്യേക സമയത്ത് ഇവർ മറന്നു പോകുന്നു. എന്നാൽ അത് ബന്ധപ്പെട്ട മിക്കവാറും മക്കളൊക്കെ ദൂരസ്ഥലങ്ങളിൽ ഉള്ളവരൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. അല്ലാതെയുള്ള സ്ഥലത്ത് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവാറുള്ളൂ. ഇത് ആരുമില്ലാത്ത ഒറ്റപ്പെട്ട് ഉള്ളവരാണ് വലിയ ഫ്ലാറ്റിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുക. അങ്ങനെയുള്ള സമയത്താണ് കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ കുട്ടികളപ്പോഴും സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ എല്ലാം ഈ ചൈൽഡ് ലോക്ക് ഒക്കെ
പല സംവിധാനം ഉണ്ടല്ലോ ഡോറുകൾക്കൊക്കെ. അങ്ങനെ അറിയാതെ കുട്ടി അകത്തേന്ന് ലോക്കിട്ട് പോവുക. ഇത് പിന്നെ ചിലപ്പം 1-2 പ്രാവശ്യം നമ്മൾ സാഹസികമായിട്ട് നമ്മുടെ ലാഡർ ഉപയോഗിച്ച് പുറത്തുനിന്ന് ടെറസിൽ കയറി മുറിക്കകത്ത് കയറിയൊക്കെ വന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൃഗങ്ങളുമായി സംബന്ധിച്ച് ഒരുപാട് കേസുകളും ഇവിടെ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ആ പോത്ത്, വരണ്ടോടുന്ന പോത്ത്, പശു, കാള ഇതിനെയൊക്കെ ആണെങ്കിലും റെസ്ക്യൂ അപകടമില്ലാത്ത രീതിയിൽ അതിനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ചെന്നതിന് ശേഷമാണ്. അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ സാറിൻ്റെ എന്തെങ്കിലും അറിവിലുണ്ടോ? റീസെൻ്റായിട്ട് ഒരു പോത്തിൻ്റെ അപകടം ഇവിടെ ഉണ്ടായിരുന്നു, കടപ്ര. അവിടെ ഉണ്ടായി ഞങ്ങൾ പോയി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു ജീവനക്കാരൻ ഇന്നും അതിൻ്റെ പേര് ചികിത്സയിലാണ്. അതിൻ്റെ ആക്രമണം വളരെ പെട്ടെന്നുണ്ടായി. വളരെയധികം പോത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, അതിന് വളരെയധികം പവറുണ്ട്. നമ്മൾ കാണുന്ന രീതിയല്ല അതിൻ്റെ. അതും വന്യമായിട്ടുള്ള ഈ ഭ്രാന്തി പിടിച്ചവർക്ക് ആരോഗ്യ കൂടുതലെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് അതിൻ്റെ ആ സാധാരണ ലെവൽ കഴിഞ്ഞിട്ട് ഒരു ആക്രമണകാരിയുടെ രീതിയിലേക്ക് നീങ്ങി കഴിയുമ്പോൾ പിന്നീട് ഇനി വളരെയധികം പവറാണ്, ഭയങ്കര വേഗത. പിന്നെ നമ്മൾ ഒരു കല്ലെടുത്ത് ചുമ്മാ കൊണ്ട് എറിയുന്നതും ശക്തമായിട്ട് എറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ വേഗത്തിൽ വരുന്ന ഇതിൻ്റെ ഒരു ചവിട്ടമൊക്കെ കിട്ടിയാൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെന്തായാലും അങ്ങനെ എന്തായാലും നമ്മൾ ഓരോ കാര്യങ്ങളും പഴവും അങ്ങനെ ഓരോ പല ഐറ്റങ്ങളൊക്കെ കാണിച്ച് ശാന്തമാക്കി അതിൻ്റെ ഓണറെയൊക്കെ വരുത്തി. ഓണറെ കണ്ടെങ്കിലും മൈൻഡ് ചെയ്തില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അത് നമുക്ക് കെട്ടി അതിനെ സേവ് ചെയ്യാൻ അതിനെ മെരുക്കാൻ പറ്റി. ഇതിൻ്റെയൊക്കെ ട്രെയിനിങ്ങുകളും നമുക്ക് നേരത്തെ ആയിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രെയിനിങ് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. നമ്മൾ എക്സ്പീരിയൻസ് അല്ലാതെ കിട്ടുക എന്നുള്ളേ ഉള്ളൂ. അല്ല, ഇത് സത്യത്തിൽ ഇത് നമ്മുടെയൊക്കെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പോത്തിനെ പിടിക്കാൻ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ട്രെയിനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പിന്നീട് നമ്മുടെ സ്വന്തം ആയിട്ടുള്ള റിസ്കിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കാരണം നമ്മുടെ സ്വന്തം റിസ്ക് എന്നുള്ളതല്ല, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ജനങ്ങളുടെ സ്വത്ത്, അവരുടെ ജീവന് ഇത് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇപ്പോൾ പോത്തിൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്വം. അവിടെ ഈ പോത്ത് അകാരണമായിട്ട് ഓടി വന്നാൽ ഒരു മനുഷ്യനെ ആക്രമിച്ചാലോ ആ ഒരു ഭയം കൊണ്ടും ആ ഒരു കണക്കൂട്ടലുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അല്ല, പോത്തിനെ പിടിക്കുന്ന ട്രെയിനിങ് കിട്ടിയിട്ടല്ല, മറിച്ച് ഇതിൻ്റെ ഒരു ആക്രമണം മനുഷ്യനുണ്ടായി കൂടുതൽ അപകടമാവണ്ട, ആ ഒരു ജീവനെ എടുക്കണ്ട, അതുകൊണ്ടാണ് നമ്മളതിൽ പങ്കെടുക്കുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രളയത്തിലൊക്കെ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നല്ലോ. ഈ പ്രളയത്തിന്റെ ഒക്കെ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ സഹായിക്കാനൊക്കെ ഒത്തിരി സംഘടനകളായിട്ടും വ്യക്തികളായിട്ടും ഒക്കെ പറഞ്ഞറിയിക്കാനാകാത്ത സഹായങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു അനുഭവം എന്തായിരുന്നു? ഞാൻ അന്ന് ചെങ്ങന്നൂരായിരുന്നു. ചെങ്ങന്നൂരാണ് ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ചു തുടങ്ങിയത്. ആ സമയത്തൊക്കെ അവിടുത്തെ ഇപ്പോഴത്തെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് ഫിഷറീസ് മന്ത്രി ചെറിയൻ അവറുകൾ, അദ്ദേഹത്തിൻ്റെ വളരെ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നു. രാത്രിയിലും പകലും ഒക്കെ 24 മണിക്കൂർ അദ്ദേഹം അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനങ്ങളാണ് അന്നത്തെ. ആ സമയത്തൊക്കെ നമ്മളും അതുപോലെ തന്നെ അവിടെ വീട്ടിലൊന്നും പോകാതെ 2 ആഴ്ചയോളം അവിടെ തന്നെ ആയിരുന്നു. പ്രളയത്തിൽ മുങ്ങിക്കിടക്കുകയല്ലേ. ഇപ്പം നമ്മളവിടെ കാണുന്ന റോഡുകളിലെല്ലാം 5-6 മീറ്റർ ഉയർത്തി വെള്ളമായിരുന്നു. അവിടെ വെച്ചൊക്കെ നമ്മൾ അവിടുന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഡിങ്കിയൊക്കെ ഇറക്കി പല വീടിൻ്റെ 2ാമത്തെ നിലയുടെ മണ്ടയ്ക്ക് വരെ വെള്ളമായി. അവിടെ നിന്നൊക്കെ ഡിങ്കിയെ പോയ ആൾക്കാരെ സേവ് ചെയ്തിട്ട് വന്നിരുന്നേ. ചില പ്രത്യേക സ്ഥലത്ത് പെട്ടെന്ന് ഒരു ഒഴുക്ക് രൂപപ്പെടും. അപ്പം അന്ന് മുമ്പേ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് രാത്രി 10 മണി 12 മണിയൊക്കെ സമയത്തല്ല, നമുക്ക് സമയം നോട്ടമില്ലല്ലോ. കൂട്ടത്തിൽ ഒരാൾ പെട്ടെന്നൊരു ഒഴുക്ക് കയറി വന്ന് ഇയാളെ മിസ്സിങ് ആയിട്ട് പോവുക. ഈ കാലയില് നിങ്ങൾക്ക് പാൻറ്റിട്ട് പോകുന്നതുകൊണ്ട് പാൻറ്റിൻ്റെ ഒരു മൂലക്കയറി പിടിച്ചു, പുള്ളി ഒഴിയങ്ങ് പോയേനെ. അപകടം ഒന്നും സംഭവിച്ചില്ല, പിടിച്ചു കിട്ടി, ആളെ സേവ് ചെയ്യപ്പെട്ടു. ഇല്ലേ ഒഴുക്കിലങ്ങ് പോത്തേ ഉള്ളൂ. എപ്പോൾ വേണേലും ഒരു കോള് പ്രതീക്ഷിച്ചാണോ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം നിൽക്കുന്നത്? നമ്മൾ രാവിലെ കയറുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഒരു കോളിന് പോകാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പറയും ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. മറിച്ച് നമ്മൾ ഏതെങ്കിലും പ്രവൃത്തിക്ക് പോകുന്നു എന്ന് പറയുമ്പം ആരുടെയെങ്കിലുമൊക്കെ വേദനകൾ ആണ് അവിടെ ബാക്കിപത്രമാകുന്നു. ഇപ്പോൾ ഒരു ഫയർ ഉണ്ടായെന്ന് ആരുടെയെങ്കിലുമൊക്കെ നഷ്ടങ്ങളല്ലേ, ലാഭമല്ലല്ലോ ഒരു ഫയർ. അതുപോലെ കിണറ്റ് വീണു, അതും ആരുടെയെങ്കിലുമൊക്കെ വേദനകളല്ലേ. അപ്പം നമ്മളൊക്കെ രാവിലെ വരുമ്പോൾ തന്നെ ആർക്കും ഒന്നും ഉണ്ടാവാൻ പഠിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നാലും ഏത് സമയത്തും ഒരു അത്യാഹിതം അല്ലെങ്കിൽ ഒരു മെസ്സേജുകൾ വരും എന്നുള്ള കണക്കൂട്ടിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും ഇരിക്കുന്നത്. എത്ര മിനിറ്റിനുള്ളിലാണ് നമ്മളൊരു ലൊക്കേഷനിൽ ചെല്ലുന്നത്, അല്ലെങ്കിൽ ഇവിടുന്ന് പ്രിപ്പയർ ആയിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നത്? നമ്മൾ ഇവിടുന്ന് 1 മിനിറ്റിനുള്ളിൽ വാഹനം പുറത്തിറങ്ങി നമ്മുടെ കോമ്പൗണ്ട് വിട്ടിരിക്കണം എന്നുള്ളതാണ്. മെസ്സേജ് കിട്ടി 1 മിനിറ്റിനുള്ളിൽ
അപ്പോൾ അതുവരെ അപ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് വെച്ചിരിക്കുമായിരിക്കുമോ? നമ്മളിപ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വാഹനത്തിൻ്റെ താക്കോല് വണ്ടി കാണും. അത് രാവിലെ ടെസ്റ്റ് ചെയ്യും. അതുകൂടാതെ ഒരു 3 മണിക്കൂർ രാവിലെ വൈകിട്ട് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യും. അതുകൂടെ ഇടയ്ക്ക് എന്തെങ്കിലും തകരാറുകൾ രാവിലെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ബാറ്ററിയുടെ ചെറിയ ഇതുണ്ട്, നമ്മളെന്തായാലും ചാർജ് ഇടും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വാഹനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കും. അങ്ങനെ വെള്ളം തീർന്നു പോകുക എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്? അല്ല, ഒരു വണ്ടിയിലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ആ വെള്ളമല്ല നമുക്ക് അടിക്കാനൊക്കത്തുള്ളൂ. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന തീപിടുത്തം എത്ര തീവ്രമാണ്, അതിന് എത്ര വെള്ളം വേണ്ടി വരും, നമുക്ക് ഇവിടുന്ന് കൊണ്ട് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. അതെ. ഒരു വീടിന് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് 2 വെള്ളമുള്ള വാഹനങ്ങളെല്ലാം കൊണ്ടുപോകും. കാരണം ഒരു വീടാണ്, അവിടെ പല കാര്യങ്ങളുണ്ട്. മറിച്ചിപ്പോൾ ഒരു പറമ്പിന് ഇപ്പം ഉണക്ക സമയത്തെല്ലാം പറമ്പിന് തീ പിടിക്കും. അപ്പം എല്ലാ വണ്ടിയുടെ പോകാറില്ല. എത്ര വലിയ പറമ്പാന്ന് പറഞ്ഞാൽ ഒരു വാഹനമേ പോകാറുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ വെള്ളം തീരും. വെള്ളം തീരുമ്പോൾ നമുക്ക് അടിച്ചു കിടത്താനോ ബാക്കിയുള്ള കാര്യങ്ങളോ മിക്കവാറും ഉള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ ആരും കാണത്തില്ല, വീട്ടുകാർ കാണത്തില്ല, നാട്ടുകാർ കാണത്തില്ല, അവിടെ ഉടമസ്ഥൻ ആരാന്ന് അറിയത്തില്ല. അതുകൊണ്ട് നാട്ടുകാർക്ക് ആർക്കും താല്പര്യവും കാണത്തില്ല. ഈ ചെല്ലുന്ന ഞങ്ങൾ മാത്രം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക, അടിച്ചു കിടത്താൻ ഞങ്ങൾ മാത്രം കാണുക. ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആദ്യം വിളിക്കേണ്ടത് ആംബുലൻസിനാണോ ഫയർ ആൻഡ് റെസ്ക്യൂവിനാണോ? അപ്പം അത് ഓരോ അപകടത്തിനും തീവ്രത അനുസരിച്ചാണ്. കാരണം സാധാരണക്കാരനായിരിക്കുമല്ലോ വിളിക്കുന്നത്. കാരണം ഇത് ആംബുലൻസിനെയും വിളിക്കണം, ഫയറിനെയും വിളിക്കണം. കാരണം നമ്മുടെ ഇവിടെ തന്നെ ഇപ്പോൾ ആംബുലൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ ഫയർ സ്റ്റേഷനിലും ആംബുലൻസ് വേണമെന്നില്ല, ആംബുലൻസ് ഇല്ലാത്ത ഫയർ സ്റ്റേഷനും ഉണ്ട്. അപ്പം ഫയർഫോഴ്സിനെ വിളിച്ചാൽ ആംബുലൻസ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചതിൻ്റെ അർത്ഥമില്ലല്ലോ. ഫയർ സ്റ്റേഷൻ ആംബുലൻസ് ഉണ്ടെങ്കിലല്ലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാ സമയത്തും ഇപ്പം വേറൊരു കോളിന് പോയേക്കുക, ഇവിടെ വിളിച്ചു, അപ്പം ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താനുള്ള വാഹനത്തിന് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആംബുലൻസോടെ കൊണ്ടുവരാൻ ഉള്ള ഡ്രൈവർ കാണണമെന്നില്ല, വാഹനം കൊണ്ടുവരാനും ആൾ വേണമല്ലോ. ഇപ്പോൾ ഇപ്പം അങ്ങോട്ട് പോയിരിക്കുക, ഒരു കോള് പോയേക്കുക, അടുത്ത ഇതുപോലൊരു കേസ് വന്നു, ആംബുലൻസ് വേണ്ട, ഒരു ആക്സിഡന്റ് കേസ് വന്നു. അപ്പോൾ ഇവിടുന്ന് പോകാൻ ഒരു ഡ്രൈവർ വേണം. അപ്പം ആളിനെ രക്ഷപ്പെടുത്താനുള്ള വണ്ടിയും കൊണ്ടേ പാനക്കൂ, അന്നേരം ആംബുലൻസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു അപകടം ഉണ്ടായി ആംബുലൻസും കൂടെ വിളിക്കുന്നത് കൂടുതൽ നല്ലതാണ്. ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഫയർഫോഴ്സിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തരേണ്ട നിർദ്ദേശങ്ങൾ, വിളിക്കുന്ന ആള് നമ്മുടെ ടീമിന് തരേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വിളിക്കുന്ന ആൾ ആദ്യം അദ്ദേഹം ഒരു പക്ഷേ ഈ സംഭവ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നതെങ്കിൽ ആ സ്ഥലത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം. ഒരു തീപിടുത്തമാണെങ്കിൽ എന്തിനാണ് തീ പിടിച്ചിരുന്നത്, ഗ്യാസിനാണോ, ഗ്യാസ് സിലിണ്ടർ ആണോ, അതോ വീട് മൊത്തമായിട്ട് കത്തുവാണോ, അതോ ലോറി കത്തുവാണോ, അതോ കാറിനാണോ തീ പിടിച്ചേക്കുന്നത്, എന്തുവാന്നുള്ള കാര്യം. പിന്നെ അങ്ങോട്ട് എത്താനുള്ള വഴി, വലിയ വാഹനം ഇപ്പോൾ ഇടവഴിയാണ്, വലിയ വണ്ടി എത്തത്തില്ല. അപ്പോൾ നമ്മുടെ ഇപ്പം പല വലിയ വണ്ടിയുണ്ട്, അത് ചെറിയ വണ്ടിയുണ്ട്, അതിലും ചെറിയ വണ്ടിയുണ്ട്. അപ്പോൾ ഏത് വണ്ടിക്ക് അവിടെ എത്താൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ വേണമല്ലോ. ഇപ്പോൾ റോഡിൽ നിന്ന് 100 മീറ്റർ അകലെയാണ് ഇടവഴി കൂടെ പോകണം. ഈ 100 മീറ്ററൊക്കെ ഈ മറ്റേ ഓസിട്ട് ചെല്ലുമ്പം ആ വെള്ളം വരുന്നതിൻ്റെ പ്രഷറിന് വ്യത്യാസം വരും. മറിച്ച് ആ സ്ഥലത്ത് കൊച്ചു വണ്ടി ഓടിച്ചെല്ലും, ഇത് വെച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫോൺ നമ്പർ, ഒരു പക്ഷേ ഈ തരുന്ന വിവരങ്ങൾ കൃത്യമാവുന്നില്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് തോന്നി അടുത്ത് ചെന്നാൽ ലൊക്കേഷൻ ക്ലിയർ ചെയ്യാൻ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഫോൺ നമ്പർ കൃത്യമായിട്ട് പറയണം. അവിടെ എത്തിച്ചേരാനുള്ള വഴി, എന്താണ് അപകടം, തീപിടുത്തമാണോ, ആക്സിഡൻ്റ് ആണോ, അപകടമാണോ, അത് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്യണം. അന്നേരം ഈ ഭയചകിതരായിട്ട് കാര്യമില്ല. ഇപ്പം പ്രത്യേകിച്ചും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായ തൊട്ടടുത്തുള്ള ആളിനെ, വേറൊരു ഭയപേടി ഇല്ലാതെ നിൽക്കുന്ന ഒരാളിനെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിക്കുക. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പറയും. ഇപ്പം ആ വീട്ടുകാരനാകുമ്പോൾ ഒരു പക്ഷേ ടെൻഷൻ കാണും, അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ ഫോൺ നമ്പർ പറഞ്ഞാൽ പോലും തെറ്റിപ്പോവും. എത്താനുള്ള വഴി, ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിലോട്ട് വരാനുള്ള വഴി അറിയാം, പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എൻ്റെ വീട് അറിയത്തില്ലയോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് അതെല്ലാം പറഞ്ഞെങ്കിൽ മാത്രമേ പുതിയൊരു സ്ഥലത്ത് എത്താൻ പറ്റത്തുള്ളൂ. അവരൊക്കെ അവരവരുടെ പേര് അറിയാം, പക്ഷെ വേറൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം വളരെ വ്യക്തമായിട്ട് തന്നെ അത് പറയണം. കാരണം ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സ്റ്റേഷനിൽ എപ്പോഴും ഈ ഫോൺ എടുക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ നമ്മളിത് എഴുതുന്ന രേഖപ്പെടുത്തുന്ന ശേഷമാണ് വരുന്നത്. ഇത് വേറൊരാൾ ചോദിച്ചാൽ കൂടെ നമുക്ക് പറയണം. ഈ നമ്മൾ ചുമ്മാ അങ്ങോട്ട് പോകാമെന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഇപ്പം നമ്മളെ കൊണ്ട് തന്നെ പറ്റുന്നില്ല, വേറെ സഹായം വേണം, ഇപ്പം ചങ്ങനാശ്ശേരി വിളിച്ച് പറയുക, അവർക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കാര്യങ്ങളും വിളിച്ച് കൊടുത്തെങ്കിൽ അവർക്കൂടെ സ്പോട്ടിൽ എത്താൻ പറ്റത്തുള്ളൂ. നമ്മളോട് ബന്ധമുള്ള സ്ഥലത്താണ് നമുക്ക് കുറച്ച് വിവരങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ വിളിക്കണം, 2-3 സ്റ്റേഷനുകളുടെ സഹായികൾ അസിസ്റ്റൻസ് വേണം. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞാലും വഴി പറയണമെങ്കിൽ അറിയണ്ടേ. സാർ, ഇന്നത്തെ കാലത്ത് ഫയർ ആൻഡ് സേഫ്റ്റി എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്? നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിക്കാം എന്നുള്ള ചോദ്യമായിട്ട് വന്നു തന്നെ
അതിന് പ്രാധാന്യം കൊണ്ടാണ് അത് ചോദ്യം ചോദിക്കാൻ തന്നെ തോന്നിയിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ഫ്ലാറ്റുകൾ വളരെ കൂടുതലായിട്ട് വരുന്നതും ഫ്ലാറ്റിൻ്റെ സംസ്കാരം സാധാരണ വീടുകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഈ ഫ്ലാറ്റിലെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10-15 നിലയുള്ള ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ അവിടെ ഈ 15ാമത്തെ നിലയിലും എല്ലാ ഫ്ലാറ്റിലും ഒക്യുപ്പൻസികൾ, അതായത് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അവിടെ എല്ലാം ഗ്യാസിൽ കൂടെ ആണ് ലൈൻ പോകുന്നത്. അല്ല, അടുപ്പ് കത്തിക്കുന്നില്ലല്ലോ. ഈ ഗ്യാസ് ലൈനിൽ കൂടെ ഈ പല ഗ്യാസ് ശ്രേണിയായിട്ട് ഘടിപ്പിച്ച് ആണല്ലോ, ഗ്യാസ് ലൈനിൽ കൂടെ ആണല്ലോ അവിടെ എല്ലാം ഗ്യാസ് വരുന്നത്. ഗ്യാസ്, വെള്ളം എല്ലാം, വൈദ്യുതി എല്ലാം ലൈനിൽ കൂടെ വരുന്നു. ഈ ഗ്യാസ് എല്ലാം വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിന് ഓരോന്നിനും അപകട സാധ്യത വളരെ കൂടുതലാണ്. അത് പ്രത്യേകിച്ചും ഇത് ട്യൂബിൽ കൂടെ അല്ലേ പോകുന്നത്. ഒരു സിലിണ്ടറാണ്, ആ സിലിണ്ടറിൻ്റെ വാൽവ് അടച്ചാൽ അതൊരു പക്ഷേ അങ്ങ് തീരും. ഇതൊരു ഫയർ ഉണ്ടായാൽ വലിയ ഫയർ ആവും. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ഫയർ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ എല്ലാ ബിൽഡിങ്ങുകളിലും, അതായത് NOC എടുക്കേണ്ട ബിൽഡിങ്ങുകൾ, NOC എടുക്കേണ്ടാത്ത ബിൽഡിങ്ങുകൾ, ഉയരം കുറഞ്ഞ ബിൽഡിങ്, അങ്ങനെ അനവധി തരംതിരിവുകളുണ്ട്. നമുക്ക് അതിലേക്കൊന്നും പോകണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ ചൂട് അന്തരീക്ഷം, നമ്മുടെ നേരത്തെ പല സമയത്തും ചൂടിൻ്റെ അന്തരീക്ഷം നമുക്ക് കുറഞ്ഞ അവസ്ഥകളുണ്ടായിരുന്നു. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയ ദിവസങ്ങളാണ് നമ്മൾ 365 ദിവസം എടുത്ത് നോക്കിയാലും അതിൽ കൂടുതലും വരുന്നത് ടെമ്പറേച്ചർ കൂടിയ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലൊക്കെ റൂം ടെമ്പറേച്ചറും എല്ലാം വളരെ കൂടുതലായിരിക്കും. വളരെ ചെറിയ ഒരു തീപ്പൊരി കൊണ്ട് വലിയ തീപിടുത്തത്തിനുള്ള സാധ്യത ഫ്ലാറ്റിലും സാധാരണ വീടുകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായിട്ടുള്ള ഈ സുരക്ഷ നമ്മളെപ്പോഴും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ വീട്ടിൽ താമസിക്കുന്ന ഓരോ റെസിഡൻറ്റിൻ്റെയും ഉത്തരവാദിത്വം. അതെങ്ങനെയാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്? അങ്ങ് ആദ്യം പറഞ്ഞ ആ വീട്ടിൽ തന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നല്ലോ. അതുപോലുള്ള കാര്യം ഇപ്പം വീട്ടിൽ നമ്മൾ ചപ്പിയോറുകൾ കത്തിക്കുക. ഇപ്പം വസ്തുക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിൽ രാവിലത്തെ ചപ്പിയോറുകൾ കൂട്ടിയിട്ട് കത്തിക്കുക. ആ കൃഷിയിടങ്ങളാണെങ്കിൽ അത് കത്തിക്കുക. ഇതൊക്കെ നമ്മൾ നിരന്തരാശം പോയി അത് കെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരവരത് വളരെ ബദ്ധശ്രദ്ധരായിട്ടിരിക്കുക. ഇവിടുത്തെ പല കെട്ടിടങ്ങളും, ഇവിടുത്തെ എന്ന് വെച്ചാൽ കേരളത്തിലെ ഇന്ത്യയിലെ പല കെട്ടിടങ്ങളും ഈ ഫയർ ആൻഡ് സേഫ്റ്റി റൂൾസ് പാലിച്ചുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? നമ്മളെല്ലാ കെട്ടിടങ്ങൾക്കും അത് പാലിച്ച് കെട്ടിടം പണി. ഇപ്പം നേരത്തെയൊക്കെ പണ്ട് കാലത്ത് ഇതിനെക്കുറിച്ച് വളരെ അവെയർ അല്ലായിരുന്നു, അല്ലെങ്കിൽ അറിയാതെ ചെയ്ത ധാരാളം കെട്ടിടങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ കെട്ടിടം പോലും അങ്ങനെ പണിയാൻ കഴിയില്ല. കാരണം അതിന് ലൈസൻസ് കൊടുക്കുന്നത് തദ്ദേശ ഭരണകൂടമാണ്. അവിടെ കർശനമായ നിർദ്ദേശങ്ങളുണ്ട്. പിന്നെ അതിന് കെട്ടിടം പണിയുന്നതിന് മുമ്പായിട്ട് തന്നെ പഞ്ചായത്തിൽ നിന്ന് അപ്രൂവൽ മേടിക്കണമല്ലോ. പഞ്ചായത്തിൽ നിന്നാണെങ്കിലും മുനിസിപ്പാലിറ്റി നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ടീം അവിടെ വേണമെന്നോ മറ്റോ ഇല്ലേ? അങ്ങനെ അല്ല, കെട്ടിടം പണി സമയത്തല്ല, ഇതിൻ്റെ അപ്രൂവൽ മേടിക്കുമ്പം ഏത് തരത്തിലുള്ള കെട്ടിടമാണ് പണിയാൻ പോകുന്നത്, അത് ഇപ്പം റെസിഡൻഷ്യൽ ഫ്ലാറ്റുകളാണോ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയുള്ള കെട്ടിടമാണോ, ഓരോ കെട്ടിടത്തിനും വേണ്ട ഫയർ സേഫ്റ്റി നാഷണൽ ബിൽഡിംഗ് കോഡായിട്ട്, അതായത് സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഒരു ബിൽഡിംഗ് കോഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകൾ, ബിസിനസ് ബിൽഡിംഗ്, അങ്ങനെ അനവധി കാറ്റഗറി ആയിട്ട് തിരിച്ചുണ്ട്. അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ, അതിൻ്റെ ഫയറിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ വേണം, ആ സ്റ്റെയർ കേസുകൾ ഇത്ര വേണം, സ്റ്റെയർ കേസിൻ്റെ വിഡ്ത് എത്ര വേണം, അങ്ങനെയുള്ള ഓരോ രക്ഷപ്പെടൽ മാർഗങ്ങൾക്ക് വേണ്ടിയുള്ള അതുകൂടാതെ അവിടുത്തെ തീപിടുത്തം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതും പ്രകാരം ചെയ്യണമെന്നാണ് നമ്മൾ പഞ്ചായത്ത് ബിൽഡിംഗ് റൂളിലും പഞ്ചായത്ത് മുനിസിപ്പൽ ബിൽഡിംഗ് റൂളിലും എല്ലാം വളരെ ശക്തമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പണിഞ്ഞു വരുന്ന കെട്ടിടങ്ങൾക്കെല്ലാം ആ നോംസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് പണിഞ്ഞു വരുന്നത്. ഫയറിന്റെ ഇനിഷ്യൽ അപ്രൂവലോടെ വേണം, അതുണ്ടെങ്കിലേ കൊടുക്കാവൂ എന്നാണ് തദ്ദേശ ഭരണകൂടത്തിന്റെ പ്രൊവിഷൻ. അതുപോലെ അത് നമ്മൾ കെട്ടിട പണി കഴിഞ്ഞു, സാധാരണ ഉള്ള ഇനിഷ്യൽ ആയിട്ടുള്ള ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് കെട്ടിട പണി പഞ്ചായത്തിന്റെ അപ്രൂവലോടെ പണി തുടങ്ങി, പണി പൂർത്തിയാകുമ്പോഴും അവരുടെ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ടും ഫയറിന്റെ പരിശോധനകൾ കഴിഞ്ഞ് നമ്മളിതിന് ബാക്കി തകരാറുകളൊന്നുമില്ല, നമ്മൾ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്, അങ്ങനെ നിശമന വീക്ഷണകോണിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുവാദം കൊടുക്കാം എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തി കൊടുക്കും. അതായത് നമ്മുടെ ദൃഷ്ടിയിൽ അവർ സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന, നേരത്തെ നമ്മൾ ഇനിഷ്യലായിട്ട് പ്ലാൻ വരച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്ലാൻ പൂർത്തിയായി പണിഞ്ഞു കഴിഞ്ഞപ്പോഴും ആ രീതിയിൽ തന്നെയുള്ള കെട്ടിടമാണ് വെച്ചിരിക്കുന്നത്. അതിന് അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി അത് പഞ്ചായത്തിന് കൊടുക്കും. ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഒരു കെട്ടിടം പണിയുന്നതിന് മുമ്പ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ മേൽനോട്ടവും കാര്യങ്ങളൊക്കെ കാണുമല്ലോ.
ഫയർ ആൻഡ് സേഫ്റ്റി ഇപ്പം നെബോഷ് പോലുള്ള കോഴ്സുകളുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള. എന്താണ് ആക്ച്വലി ഇവരുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫയർ ആൻഡ് സേഫ്റ്റി പഠിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്കൊരു അവയർനെസ് ഉണ്ടാവും, ഫയറിനെ കുറിച്ചും അതിനോട് പ്രിക്കോഷനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവും. അതിനുവേണ്ടി പബ്ലിക്കിന് കോൺവേ ചെയ്യാം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺവേ ചെയ്യാം. പിന്നീട് വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് ഉപരിപഠനത്തിനും ജോലിക്കുള്ള സാധ്യതകളുണ്ടാവും. ഇപ്പം നമ്മളിപ്പം ഈ കേരള സർക്കാരിൻ്റെ കീഴിൽ നിയമനത്തിൽ കേരള ഫയർഫോഴ്സിൽ എടുക്കുന്നതിന് ഉള്ള മാനദണ്ഡം PSC വഴിയാണ്. മറിച്ച് PSC വഴി അല്ലാതെ തന്നെ അനവധി ആൾക്കാരെ ഇപ്പം അല്ലാതുള്ള ഫയർ അഡ്വൈസേഴ്സ് ഇല്ലേ, എല്ലാ ബിൽഡിങ്ങുകളിലും ഫയർ അഡ്വൈസേഴ്സ് ഇല്ലേ, ഫയറിൻ്റെ ആൾക്കാരുണ്ട്. അതായത് ഇപ്പം ഹോസ്പിറ്റലുകളിലെല്ലാം ഉണ്ട്, ഫയറിൻ്റെ വിങ് ഉണ്ട്, അതിനൊരു ലീഡർഷിപ്പ് ഉണ്ട്, അനവധി രീതികളുണ്ട്. അപ്പം അവിടത്തേക്ക് കോഴ്സ് കഴിഞ്ഞവരെ എടുക്കാം. നമ്മൾ വീടുകളിൽ എക്സ്റ്റിംഗ്വിഷർ നിയമപരമായിട്ട് വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇതുപോലുള്ള കെട്ടിടം പണി നടക്കുന്ന സ്ഥലത്ത് ഫയർ സേഫ്റ്റിയുടെ ഇന്ന കോഴ്സുകൾ കഴിഞ്ഞവരെ ഉൾപ്പെടുത്തണം. ആരവിടെ അവരുടെ മേൽനോട്ടം വഹിക്കണം, അല്ലെ അവരുടെ കയ്യൊപ്പ് വേണം ഇന്ന കാര്യങ്ങളിൽ, അല്ലെ വാർപ്പ് നടക്കുന്ന സമയത്ത്, അല്ലെ സ്റ്റെയർകേസ് പണിയുന്ന സമയത്ത്, അല്ലെ ബാക്കിയുള്ള പ്രവർത്തനം ഇന്ന പ്രവർത്തനം നടക്കുമ്പോൾ അവരുടെ കൂടെ സാന്നിധ്യം ഉണ്ടാവണം. ഇപ്പം വലിയ ടാറിങ്ങും മിക്സിങ്ങും റോഡ് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വേണം, ഓവർസിയർ പോലെ എഞ്ചിനീയർ വേണം എന്നൊക്കെ പറയുന്നത് പോലെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ അങ്ങനെ തീരുമാനം വെച്ചാൽ അത് ആ കോഴ്സ് പഠിച്ചവർക്ക് ഒരവസരമാകും. അതുപോലെ തന്നെ CCTV ക്യാമറ എത്രത്തോളം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ സഹായിച്ചിട്ടുണ്ട്? സഹായകരമാണോ CCTV ക്യാമറകൾ ഇന്നത്തെ കാലത്ത്? CCTV നമ്മളിപ്പം ഒരു സ്ഥലത്ത് ഒരു അപകടം നടന്നാൽ നമ്മൾ അപകടം നടക്കുന്ന ഉടനെ അല്ല നമ്മൾ ചെല്ലുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇപ്പം ഞങ്ങൾ തന്നെ ഈ ബിവറേജിലൊരു തീപിടുത്തമുണ്ട്, വലിയ പുളിക്കീഴ്. അപ്പം നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും തീ അങ്ങ് ആളിപ്പടർന്നു. അവിടെ ചെന്ന് പിന്നെ നമ്മൾ ഇവിടുന്ന് പോയ 2 യൂണിറ്റേ പോയുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് 10-20 യൂണിറ്റോളം വരുത്തി അങ്ങ് ചേർത്തല മുതലുള്ള വണ്ടി വന്നായിരുന്നു. വണ്ടി വരികയും ആറ്റിലൊക്കെ ഞങ്ങൾ ഓരോ യൂണിറ്റ് സ്ഥാപിച്ച് ഞങ്ങൾ ഈ പമ്പെല്ലാം എടുത്തുകൊണ്ട് പോയി ആറ്റിലൊക്കെ ഇട്ട് അവിടുന്ന് വെള്ളം അടിച്ച് അങ്ങനെ ഒരു 3-4 മണിക്കൂറത്തെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴിങ്ങനെയുള്ള അവസരങ്ങളിൽ വന്ന് നമ്മളോട് ചോദിക്കുന്നത് ആദ്യം എവിടെയാണ് തീ ഉണ്ടായെന്നാണ്. നമ്മളെന്താ മറുപടി ഞാൻ പറയുന്നത്? ഈ തുടക്കത്തിൽ അവർക്ക് അവിടെ നിൽക്കുന്നവർക്കല്ലാതെ അറിയാൻ പറ്റത്തില്ല ഇവിടെ തീ ഉണ്ടായെന്ന്. അല്ല, ആരങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഹയർ അതോറിറ്റി ചോദ്യം വരുന്നതാണോ? ഇപ്പം പോലീസിന്റെ തന്നെ അവരുടെ അതിന്റെ ഭാഗമാണ് തീ ആദ്യം ഇവിടെ ഉണ്ടായി. അല്ല ഇൻഷുറൻസ് കമ്പനികൾ അല്ലെങ്കിൽ പലരും നമ്മളോട് ചോദിക്കും ഇവിടെ എവിടെയാണ് ആദ്യം ഫയർ ഉണ്ടായത്. ഇത് ചോദിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ അതിന് മറുപടി പറയാൻ ഇത്രേ പറയാനുള്ളൂ, തീപിടുത്തം ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവിടെയൊക്കെ CCTV ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും എവിടെയാണ് സ്റ്റാർട്ടിങ് എന്നുള്ളത്. അത് മാത്രമല്ല ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ പോലും CCTV ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ സെക്യൂരിറ്റി അവിടെ നമുക്ക് CCTV ഉണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഫയർ ഉണ്ടായാൽ അത് പെട്ടെന്ന് അറിയാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതാണെങ്കിൽ അത് വാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം CCTV വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് പിന്നീട് എപ്പോഴും റെക്കോർഡ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ആ CCTV വെച്ചുള്ള വാച്ചിങ് അതിൻ്റെ കൺട്രോൾ റൂം പോലെ ഇപ്പം ഒരു ഫ്ലാറ്റിലാണ് അതിനെ ഒരു വാർഡൻ കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നോക്കാൻ വേണ്ടി ഒരാളിരിപ്പുണ്ട്. അപ്പോൾ ചെറിയൊരു മിസ്സിങ് എവിടെയും കണ്ടാൽ പെട്ടെന്ന് നോട്ട് ചെയ്യപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും പെട്ടെന്ന് അപകടം പരിഹരിക്കാനും പറ്റും. പക്ഷെ അത് വാച്ച് ചെയ്യാൻ കൂടെ വേണം. അല്ല പിന്നെ അപകടം നടന്നു കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്താണ് അപകടം ഉണ്ടായെന്ന് അറിയാൻ പറ്റുന്നുള്ള മാത്രമേ ഉള്ളൂ. സാർ ഈ ജോലിയിലോട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ അന്ന് B.Ed ഒക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് 2-3 റാങ്ക് ലിസ്റ്റൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ജോലി ലഭിച്ച് അന്ന് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ഒരു PSC പരീക്ഷ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പരീക്ഷ ഇതും കണ്ട് എഴുതുന്നുള്ളേ ഉള്ളൂ. അതിൻ്റെ പ്രാധാന്യവും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല. അന്ന് ജോലി കിട്ടുന്ന സമയത്ത് ചെറുപ്പമില്ല, അന്നേരം ഓരോ ക്രൈസ് പോലെ ഇപ്പോൾ പോലീസിലാണെങ്കിൽ ഓട്ടം ചാട്ടം തെരഞ്ഞെടുപ്പിനും ഉണ്ടല്ലോ അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സായിട്ട് കുറച്ച് ഓട്ടം ചാട്ടം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആണിത്. അന്ന് പോയി അന്നും ഞങ്ങളുടെ 6 ഐറ്റം ഉണ്ട് സെലക്ഷന് വേണ്ടി, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ 6 ഐറ്റത്തിൽ ഫിറ്റാണെങ്കിലേ സെലക്ഷൻ ഉള്ളൂ, പരീക്ഷ പാസ്സായതുകൊണ്ട് മാത്രം ആവുന്നില്ല. അപ്പോൾ കുറച്ച് പേര് ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങളെല്ലാവരും ഉത്സാഹമായിട്ട് 3-4 പേർക്ക് പോലീസിലും കിട്ടി, ഞങ്ങൾക്ക് ഇവിടെയും കിട്ടി. അങ്ങനെ വന്ന് പിന്നീട് ട്രെയിനിങ് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതെല്ലാം ആകർഷ്ടമായി. പിന്നീട് പക്ഷേ മറ്റേ ടെസ്റ്റ് കിട്ടിയുമില്ല, അത് നമ്മൾ റാങ്ക് ലിസ്റ്റ് താഴെയായിരുന്നു. HSCയുടെ ടെസ്റ്റിൽ 1-2 എഴുതിയെങ്കിൽ അതെല്ലാം താഴെയായിപ്പോയി. സാർ ഇന്ന് ഈ ജോലിയെ കാണുന്നത് എങ്ങനെയാണ്?
നമ്മുടെ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ജോലി എന്ന് പറയുമ്പം രക്ഷപ്പെടുത്തൽ എന്നുള്ള പ്രവർത്തനം മാത്രമേ ഉള്ളൂ. അത് മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അവരെ ദ്രോഹിക്കുന്നു, അവർക്ക് ദോഷം വരുത്തുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നില്ല. അത് നമ്മൾ പോകുമ്പോഴെല്ലാം പിന്നെ വേറൊരു വിഷമം തോന്നുന്നു, നമ്മൾ ചെല്ലുമ്പോഴെല്ലാം ബാക്കിയുള്ളവരുടെ വേദനകളെ കാണുന്നത്. ഇപ്പം തീപിടുത്തം എന്ന് പറഞ്ഞാൽ നഷ്ടത്തിൻ്റെ കണക്കേ ഉള്ളൂ. ആകപ്പാടെയുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വല്ല ജീവനോടെ ആളിനെ രക്ഷപ്പെടുത്തി കഴിയുമ്പോഴുള്ള സന്തോഷമാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാം ഓരോ വിഷമം പിടിച്ച കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെയുള്ളതുകൊണ്ട് അങ്ങനെ, പക്ഷേ എങ്കിൽ പോലും നമുക്ക് വേറെ ആരും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. അങ്ങനെ ഒരു മാനസിക സന്തോഷമുണ്ട്. ബാക്കി ഇപ്പം വേറെ ഏത് വകുപ്പിലാണെന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും പലപ്പോഴും ചെയ്യേണ്ടി വരും. നമുക്കിവിടെ അതില്ല. നമുക്ക് വിളിക്കുന്ന അഭ്യർത്ഥനകളെല്ലാം ഒരാളുടെ സഹായത്തിന് വേണ്ടിയാണ്. നമ്മളെപ്പോഴും ആൾക്കാരെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് മനസ്സിനൊരു ചെറിയ കുളിർമയുണ്ടാവും. ഓഫ് ബീറ്റിന്റെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? പൊതുജനങ്ങളോട് പ്രത്യേകിച്ചും പറയാനുള്ളത്, ഈ വാഹന അപകടങ്ങൾ അധികവും അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതായത് നമ്മൾ കഴിയുന്നതും ഇരുചക്ര വാഹനത്തിൽ പോവുകയാണെങ്കിൽ നിർബന്ധമായും വാഹനം ഓടിക്കുന്ന ആളും കൂടിരിക്കുന്ന ആളും ഹെൽമെറ്റ് നിർബന്ധമായി ഉപയോഗിക്കുക. കാറിലാണ് പോകുന്നതെങ്കിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. തീപിടുത്തം നമ്മൾ പോകുന്ന വാഹനങ്ങളിൽ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുക മാത്രമേ കാണാനൊക്കത്തുള്ളൂ, തീ ഇവിടെ കാണാൻ സാധ്യത കുറവാണ്. അങ്ങനെ പുക കണ്ടാൽ ഉടൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും എൻജിൻ ഓഫ് ചെയ്യുകയും പറ്റുന്നെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുക. ചെയ്തിട്ട് അടിയന്തരമായിട്ട് തൊട്ടടുത്ത് എവിടെന്നെങ്കിലും എക്സ്റ്റിംഗ്വിഷറുകൾ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ജംഗ്ഷനാണെങ്കിൽ അത് ഒഴിച്ചിട്ടേ വണ്ടി നിർത്താവൂ. കാരണം തീപിടുത്തം ഉണ്ടായി വേറൊരെണ്ണത്തിന് അപകടം ഉണ്ടാവരുത്. വാഹനത്തിൽ നിന്ന് ആളിനെ ഇറങ്ങാനുള്ളവർ ഇറങ്ങുക. അതും വയ്യാത്ത ആൾക്കാർ കാരണം അവരെ ആദ്യം മാറ്റുക. ആ റെസ്ക്യൂ വർക്കിന് പ്രാധാന്യം കൊടുത്ത ആൾക്കാരെ മാറ്റിക്കൊണ്ട് ഫയർ ഫോഴ്സിനെ അറിയിക്കുക. തൊട്ടടുത്ത ഫയർ സ്റ്റേഷനെയോ അല്ലെങ്കിൽ ഈ കടകളിൽ നിന്ന് എക്സ്റ്റിംഗ്വിഷർ സംഘടിപ്പിച്ചാൽ അതാണ് തൊട്ടടുത്ത്. ഇപ്പോൾ മിക്കവാറും എല്ലാ കടകളിലും എക്സ്റ്റിംഗ്വിഷർ സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർബന്ധമായിട്ടും എംസി റോഡിലാണെങ്കിലും NH-ലാണെങ്കിലും ഉള്ള കടകളിലൊക്കെ പഞ്ചായത്തുകാരെ നിർബന്ധമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാവണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്തി ഈ അപകടങ്ങളിൽ രക്ഷപ്പെടാം. പിന്നീട് നമ്മളെപ്പോഴും അത്യാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള എക്സ്റ്റിംഗ്വിഷർ അതിൻ്റെ പ്രവർത്തനം എങ്ങനെ എന്നുള്ള ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി എപ്പോഴും നമുക്ക് സൂക്ഷിക്കാം. നമ്മൾ ധാരാളം അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു തീപിടുത്തം തീയായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും സശ്രദ്ധം ശ്രമിക്കുക. ഇൻ അസോസിയേഷൻ വിത്ത് ഇ-സ്റ്റോർ 360 തിരുവല്ല, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി സിസ്റ്റം സപ്ലയർ. ഹനൂക്ക ഹോം കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവല്ല, മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി. ഇൻസ്പിരിറ്റ് സേഫ്റ്റി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവല്ല, ക്വാളിറ്റി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ട്രെയിനിങ്.